ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 2026 ഒരു പുതിയ വർഷം നമ്മൾ ആരംഭിച്ചു. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ഐ വിഷ് യു എ വെരി ഗ്രേസ് ഫിൽഡ് ന്യൂ ഇയർ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പുതുവർഷം പുതുമയുടെ വർഷമാകാൻ എന്ത് ചെയ്യണം? ഒരു പുതിയ കാറ് കിട്ടിയാൽ മതിയോ? പുതിയ ഡ്രസ്സ് കിട്ടിയാൽ മതിയോ? അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ്, പുതുവർഷം പുതുമയുടെ വർഷമാകണമെങ്കിൽ നീ മാറണം. നിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നതിനേക്കാൾ നീ മാറണം. ഇന്ന് ചിലരുടെ തലയ്ക്കകത്തിരിക്കുന്ന ഒരാശയം, എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നൊന്ന് കയറിപ്പോകാൻ പറ്റിയാൽ ഞാൻ രക്ഷപ്പെടും, എങ്ങനെയെങ്കിലും എൻ്റെ ഈ രോഗം ഒന്ന് മാറിക്കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. ഇങ്ങനെ സാഹചര്യങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, മാറിയാൽ എല്ലാം ഓക്കെ ആകും എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കയറിപ്പോയി, നാട്ടിൽ നിന്ന് കയറിപ്പോയി വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച അവസാനം അമേരിക്കയിലെത്തിയിട്ടും ഹാപ്പി ആകാത്തവർ, ജീവിതത്തിലൊരു സന്തോഷം സമാധാനം അനുഭവിക്കാത്തവർ, തിരിച്ച് നാട്ടിൽ വന്നിട്ട് വേണം സ്വസ്ഥമായിട്ട് ഏതാനും വർഷങ്ങൾ മരിക്കും മുമ്പ് ജീവിക്കാൻ എന്ന് പറഞ്ഞ വ്യക്തികളെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യം മാറുന്നതിലല്ല, ജീവിതം മാറണം. ഞാൻ മാറിയാലേ എനിക്ക് പുതിയ വർഷം പുതുമയുടെ വർഷമായി മാറൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നത്, ഈ പഴയത് വിടാതിരിക്കുന്നത്, പഴയത് ഉപേക്ഷിക്കാതിരിക്കുന്നത് ഒരു രോഗമാണ്. ചില കാണിച്ചായിരിക്കും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു, പക്ഷെ പഴയത് കളയത്തുമില്ല. അങ്ങനെ പല കാര്യങ്ങൾ, ഉപയോഗശൂന്യമായ കാര്യങ്ങൾ പോലും കളയാൻ പഠിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുറിയിലേക്ക് കയറിയാൽ എനിക്കറിയാം, നാളുകളായിട്ട് ഞാൻ തൊട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇനി മുമ്പോട്ട് തൊടാൻ പോലും പോകുന്നില്ലാത്ത ഐറ്റംസ് അവിടെ കണ്ടെത്തി വരും. എന്നാലും നമുക്ക് ആവശ്യമില്ലെങ്കിലും കളയാനൊരു മടി. ഈ രീതിയിൽ വേണ്ടാത്തതെല്ലാം ഇങ്ങനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർക്ക് എങ്ങനെ പുതുവർഷം പുതുമയുടെ വർഷമായി മാറും? ഗോവയിൽ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത്, അവർ കുടുംബത്തിൽ അവരുടെ പോർട്ടിക്കോയിൽ ഒരു കാറ് കിടക്കുന്നു. പഴയ ഒരു കാറാണ്, സ്റ്റാർട്ടാകുന്ന പോലും തോന്നുന്നില്ല. ഒരു ടാർപോളിനൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ? അല്ല, പിന്നെ എന്തിനാ? അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചൊരു കാര്യം, ഈ കാറെടുത്ത് കളഞ്ഞിട്ട് ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയാൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ കുടുംബത്തിലും ഈ വ്യക്തികളിലും കുടുംബാംഗങ്ങളിലും ഉണ്ടാവും. ഇത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എടുത്ത് കളയേണ്ടത് കളയണം. ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരാണ് ജീവിതം മാറ്റുന്നവർ. അങ്ങനെയുള്ളവർക്കാണ് പുതുമയുടെ ഒരു വർഷം പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്കറിയാം, ഒരു വൈദികൻ്റെ തന്നെ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ കണ്ടതാണ്, ഉപയോഗശൂന്യമായ ഒരു 3-4 കുറ്റിച്ചൂൽ ഉപയോഗിച്ച് അതേ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പുതിയത് വാങ്ങിച്ചു, പക്ഷേ ആ പഴയ ആ ചൂലിൻ്റെ കുറ്റി കളയാതെ വെച്ചിരിക്കുക. കപ്പ്യാർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ അച്ഛന് ഒന്നും കളയുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഒരു ദിവസം ചോദിച്ചതാണ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കട്ടെ? ഉടനെ അച്ഛൻ്റെ മറുപടി, അത് നിൻ്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, അത് അവിടെ ഇരിക്കട്ടെ. അതിൽ പിന്നെ ആരും ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് കളയുന്ന കാര്യം വേണ്ടിയിട്ട് പോലുമില്ല. ഇതൊരു രോഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗശൂന്യമായത്, പഴയത് ഉപേക്ഷിക്കാനുള്ള ആ ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാകണം. അതിന് ആവശ്യം നമ്മുടെ മനസ്സ് വളരുക, വൈകാരിക പക്വത, ആത്മീയ പക്വത, ഇതെല്ലാം നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു വിശുദ്ധൻ സൂചിപ്പിച്ച കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ജീവിത വിജയത്തിന് ആവശ്യമായ 3 കാര്യങ്ങൾ വിശുദ്ധ പാദ്രെ പിയോ സൂചിപ്പിച്ച 3 കാര്യങ്ങളാണ്. 1, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. 2, പ്രത്യാശ കൈവെടിയാതിരിക്കുക. 3-ാമത്തെ കാര്യം, ആകുലപ്പെടാതിരിക്കുക. ആകുലതയെക്കുറിച്ച് ഈ വിശുദ്ധൻ സൂചിപ്പിച്ചത്, ഒന്നിനും കൊള്ളാത്ത കാര്യം, ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത കാര്യം. ഈ ഒന്നിനും കൊള്ളാത്ത കാര്യം എന്ന് ഒരുപാട് തലേ ചുവന്ന് നടക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. അങ്ങനെയുള്ളവർക്ക് ജീവിത വിജയം പ്രതീക്ഷിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക,
പ്രതീക്ഷയ്ക്കൊരു വകയില്ലാത്തിടത്തും പ്രതീക്ഷിക്കാൻ മനസ്സ് വെക്കുക. അബ്രാഹാം അതാണ് ചെയ്തത്. 99 വയസ്സായിട്ട് ഒരു കൊച്ചുണ്ടാകാതിരുന്നിട്ടും പ്രതീക്ഷ കൈവിട്ടില്ല. ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്, അതാണ് അവന് നീതീകരണമായി മാറിയത്. 100-ാമത്തെ വയസ്സിൽ അവന് സന്താനഭാഗ്യം ലഭിക്കുകയും ചെയ്തു. സങ്കീർത്തനം 147 9-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മത്തായി 6:27 വായിച്ചാലോ, ഉത്കണ്ഠ മൂലം ആർക്കെങ്കിലും ആയുസിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തിനു നിങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നു എന്ന് യേശു തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പുതുവർഷം പുതുമയുള്ളതാകാൻ ജീവിതം മാറണം എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണമെങ്കിൽ പുതിയ വർഷം പുതിയ ഡ്രസ്സ് വാങ്ങാം, അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങാൻ പറ്റും, പുതിയ വാഹനം വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും പുതുവർഷം പുതുമയുള്ള ഒരു വർഷമായിട്ട് മാറണമെന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിലെ ഈ പഴയതും മാറുന്നതുമായ ചില കാര്യങ്ങളുണ്ടാകാം. അതെല്ലാം കൂടെ വലിച്ചഴിച്ച് നമ്മൾ ഇന്നിലേക്ക് കൊണ്ടുവരരുത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില പരാജയങ്ങൾ, മറ്റുള്ളവർ നമ്മോട് ചെയ്ത ചില ദ്രോഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മളെ മുറിവേൽപ്പിച്ച് ഒരുപക്ഷെ നമ്മളെ നിരുന്മേഷരാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അരുത് എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പഴയത് പഴയതായിട്ട് കാണുക, അത് വിട്ടിട്ട് ഇന്നിലേക്ക് വരാൻ, ഇന്ന് എൻ്റെ ജീവിതം മാറ്റാൻ ഞാൻ തയ്യാറായാൽ പുതുമയുടെ ഒരു പുതിയ വർഷം എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മത്തായി 9:17 ലൂക്കാ 5:37 രണ്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം മാറുന്നില്ലെങ്കിൽ പഴയ തോൽക്കുടത്തിൽ കൊണ്ടുപോയി പുതിയൊരു വർഷം ഇറക്കി വയ്ക്കുന്നത് പോലെ ആയിരിക്കും. അതല്ല വേണ്ടത്. ജീവിതം മാറണം. അപ്പോൾ അത് പുതിയ തോൽക്കുടമായി മാറും. അതിലൊഴിക്കുന്ന വീഞ്ഞ് സുരക്ഷിതമായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നീ മാറാൻ നിനക്ക് വേണ്ടത് എന്താണ്? പുതിയ വർഷം എനിക്ക് പുതുമയുടെ വർഷമായി മാറണമെങ്കിൽ ഞാൻ മാറണം. ഏതെല്ലാം രീതിയിലാണ് ഞാൻ മാറേണ്ടത്? ഒന്നാമത്തെ കാര്യം, ദൈവവിചാരമുള്ള വ്യക്തിയായി മാറുക. സുഭാഷിതങ്ങൾ 3:6 പറയുന്നുണ്ട്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു അനുഭവം, അതിലേക്ക് വന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ ജീവിതം മാറിയിരിക്കും. അതാണ് ഫിലിപ്പിയർ 3:8-9 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി ഞാൻ കണക്കാക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം പുതുമയുള്ളതാകും. നവീകരണം നമ്മുടെ ജീവിതത്തിൽ വരും. വെളിപാട് പുസ്തകം 21:5 പറയുന്നുണ്ട്, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. എങ്ങനെയാ? പരിശുദ്ധാത്മാവിലൂടെ. 2 കൊരിന്തോസ് 3:17 വചനം, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവമാണ്. ആ ദൈവത്തിലുള്ള വാസമാണ് നമ്മെ പുതിയതാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നോവൽറ്റി. പുതുമ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എങ്ങനെയാണ് അത് സാധ്യമാകുക? നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കണം. പണ്ടെങ്ങാണ്ട് നമ്മൾ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയുമായിട്ട് ഇനിയും മുമ്പോട്ട് പോകുന്നതിനേക്കാളും ഒരു നോവൽറ്റി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം. നവമായ ശുശ്രൂഷകൾ ചെയ്യാനുള്ള ഒരാഗ്രഹം, തീരുമാനം നമുക്ക് വന്നിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെയൊക്കെയാണ് ഒരു പുതുമയുടെ പുതുവർഷം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുക. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.